ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ സൈനികതല ചർച്ച തുടങ്ങി. ഇരു രാജ്യങ്ങളിലെയും DGMOമാരാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. സൈനികതല ചർച്ചയ്ക്ക് മുന്നോടിയായി പ്രതിരോധ മന്ത്രിയും സേനാ മേധാവികളും പ്രധാനമന്ത്രിയെ കണ്ടു. ചർച്ചയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ഉന്നതതല യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും അച്യുതൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. അച്യുതൻ, യോഗം, ഈ ചർച്ച എത്ര സമയം എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കില്ല. എന്തായാലും ചർച്ചയിൽ ഉന്നയിക്കേണ്ട പ്രശ്നങ്ങൾ, അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്നത് സംബന്ധിച്ച് ഇന്ത്യക്ക് കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്. അത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതായിരുന്നു ഇന്ന് രാവിലെ ഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗവും മറ്റു നീക്കങ്ങളുമൊക്കെ. എന്താണ് പുതിയ വിവരങ്ങൾ? ചർച്ച പുരോഗമിക്കുകയാണല്ലോ ഇപ്പോഴും, അല്ലേ? വിജയകുമാർ, ഈ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള ഇരു രാജ്യങ്ങളുടെയും DGMO തല ചർച്ചയാണ് ഇന്നിപ്പോൾ 12 മണിയോടുകൂടി ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ കൃത്യമായ നയം അത് പാകിസ്ഥാനെ അറിയിക്കും. അതിൽ ഒട്ടനവധി തീരുമാനങ്ങൾ ഈ പാക് പ്രകോപനത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സിന്ധു നദീജല കരാർ, ആ ഉടമ്പടി ഇന്ത്യ മരവിപ്പിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ അതങ്ങനെ തന്നെ തുടരും എന്നാണ് ഇന്ത്യ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അനാവശ്യമായ പാക് പ്രകോപനമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷവും പ്രാബല്യത്തിൽ വന്ന ശേഷവും അന്ന് രാത്രി പാക് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായി. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാടും ഇന്ന് പാക് DGMOയെ അറിയിക്കും. നിലവിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയം എന്നുള്ളത് ഒരു വിട്ടുവീഴ്ചയ്ക്കും പാകിസ്ഥാനുമായി തയ്യാറല്ല. അവർ ഒരു വെടിയുതിർത്താൽ ഇവിടെ ഒരു ഷെല്ലായിരിക്കും അവരുടെ മണ്ണിൽ പതിക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ അത്തരം നയങ്ങൾ പാകിസ്ഥാനെ അറിയിക്കും. ഒപ്പം തന്നെ പാക് DGMO എന്താണ് അഭ്യർത്ഥിക്കുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. പ്രത്യേകിച്ച് ഈ സിന്ധു നദീജല ഉടമ്പടി അത് മരവിപ്പിച്ചത് പാകിസ്ഥാന് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും അയവ് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യം പാക് DGMO ഈ ഒരു ചർച്ചകളിൽ തിരക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഇതൊരു സൈനികതല ചർച്ചയായതും അതിൻ്റെ ഒരു സ്വഭാവത്തോടു കൂടിയുള്ള ചർച്ചയായിരിക്കും കൂടുതലും ഉണ്ടാവുക. അതിൽ സൈനിക നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത ഉണ്ടാവും. നേരത്തെ പുറത്തു വന്നത്, അതായത് കേണൽ സോഫിയ ഖുറൈഷി വ്യക്തമാക്കിയത്, ഈ നിയന്ത്രണ രേഖ അതിർത്തിയോട് ചേർന്നുള്ള മേഖലകളിലെല്ലാം പാകിസ്ഥാൻ ചില തരത്തിലുള്ള സൈനിക നടപടികൾ നടത്തുന്നു എന്നുള്ളത് സേനയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ള പാകിസ്ഥാൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ചർച്ചകൾ പൂർത്തിയായ ശേഷം 3 സേനകളുടെയും DGMOമാർ 2:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നയങ്ങളും അതോടൊപ്പം പാകിസ്ഥാൻ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ ഒരു 2:30 വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് ഈ DGMO തല ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായകമായ കൂടിക്കാഴ്ചകൾ ആരംഭിച്ചത്. ആ കൂടിക്കാഴ്ചയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, 3 സേനാ മേധാവിമാർ, വിദേശകാര്യമന്ത്രി S ജയശങ്കറും സംയുക്ത സൈനിക മേധാവിയും സുരക്ഷാ ഉപദേഷ്ടാവും പങ്കെടുത്തിരുന്നു. ആ യോഗത്തിന് ശേഷം വീണ്ടും ഒരു നിർണായക യോഗം, അതൊരു പ്രത്യേകമായ ഒരു കൂടിക്കാഴ്ച വ്യോമസേനാ മേധാവിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി. അതിലേക്ക് വരാം. അച്യുതൻ തുടരണം. നമുക്ക് അത് ഒരു പ്രത്യേക മീറ്റിംഗ് ആയി ഈ യോഗത്തിന് ശേഷം നടക്കുന്നതാണല്ലോ. അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കണം. അച്യുതൻ തുടരുക. ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്ക് എന്നുണ്ട്. ദിലീപ്, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വം ചർച്ച നടത്തിയാലും സൈനിക നേതൃത്വം ചർച്ച നടത്തിയാലും ഇന്ത്യക്ക് ഒരൊറ്റ നിലപാടെ അതിൽ മുന്നോട്ട് വയ്ക്കാനുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം തുടരും. അതിൽ ഏത് തരത്തിലാണോ ഇങ്ങോട്ട് നീക്കം നടക്കുന്നത് അതിന് തത്തുല്യവും ആനുപാതികവുമായ തിരിച്ചടി പ്രതീക്ഷിക്കാം എന്നതാണ് ഇന്ത്യയുടെ സമീപകാലത്തെ നിലപാട്. അത് നയതന്ത്ര ചർച്ചയാണെങ്കിലും ശരി, ഭരണ നേതൃത്വത്തിൻ്റെ ചർച്ചയാണെങ്കിലും ശരി, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ DGMO തല ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സിന്ധു നദീജല കരാറിൽ അതിൽ ക്യാപ്റ്റൻ അബേൻസ് എന്ന നമ്മളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഇപ്പോൾ ഇന്ത്യ ആവശ്യപ്പെടുന്ന ഭീകരവാദികളെ കൈമാറുക എന്നത് മാത്രമാണ് പാകിസ്ഥാന് മുന്നിലുള്ള ഒരു വഴി. POKയുടെ കാര്യത്തിൽ എന്തെങ്കിലും അത് കൈമാറുന്നതിനെ പറ്റി ചർച്ചയാകാം എന്നതൊക്കെയാണ് ഇതിനോട് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത് പാകിസ്ഥാന് മുന്നിൽ. അപ്പോൾ സൈനിക തലത്തിലാണെങ്കിലും നയതന്ത്ര തലത്തിലാണെങ്കിലും ഇന്ത്യ ഈ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന ഒരൊറ്റ നിലപാടായിരിക്കില്ലേ? അതുതന്നെയാകുമല്ലോ പാകിസ്ഥാൻ DGMOയോടും പറയുക, അല്ലേ?
വിജയകുമാർ, ഇന്ത്യൻ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെടിയുണ്ടകൾ പായിക്കുകയാണെങ്കിൽ തിരികെ അങ്ങോട്ട് വലിയ ഗോളം തീഗോളം തന്നെ പായിക്കും എന്നാണ് പ്രധാനമന്ത്രി തന്നെ സൈനിക മേധാവികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ട് പാകിസ്ഥാനോടുള്ള ഈ ഭീകരതയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന കാര്യം കേന്ദ്ര സർക്കാർ തന്നെ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ DGMO തല ചർച്ചയിൽ അങ്ങനെ ആ നിലയിലുള്ള ഒരു കാര്യമായ ഈ അടിസ്ഥാന പ്രശ്നങ്ങളിലൂന്നിയുള്ള വലിയ ചർച്ചകൾ നടക്കാനുള്ള സാധ്യത കുറവാണ്. സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിലവിലിപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിനിർത്തലിനു ശേഷവും പിന്നീട് പാക് ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായിരുന്നു തൊട്ടടുത്ത മണിക്കൂറുകളിൽ. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ശാന്തമായ രാത്രിയാണ് കടന്നു പോകുന്നത്. തുടർന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ DGMO തല ചർച്ചയിൽ. ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ രാജീവ് ഗായും പാകിസ്ഥാൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ളയുമാണ് ഈ ചർച്ച. അവർ തമ്മിലുള്ള ഹോട്ട്ലൈൻ ചർച്ചയാണ് ഇത്. സാധാരണഗതിയിൽ രണ്ടു രാജ്യങ്ങളിലെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിലുള്ള ഹോട്ട്ലൈൻ ബന്ധമുണ്ട്. അത്തരത്തിലുള്ള ഒരു ചർച്ച, അതായത് കഴിഞ്ഞ 3 ദിവസത്തിനിടെ ഏതാണ്ട് മൂന്നാമത്തെ ചർച്ചയാണ്, ഹോട്ട്ലൈൻ വഴിയുള്ള ചർച്ചയാണ്. ഇതിൽ ആദ്യത്തേത് ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയോടുള്ള പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന. ആദ്യം പാകിസ്ഥാൻ സൈനിക നീക്കങ്ങളുടെ ഡയറക്ടർ ജനറൽ അഭ്യർത്ഥിക്കുന്നു. അതിനെ തുടർന്ന് പിന്നീട് പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ ലംഘിച്ചതിനു ശേഷം ഇന്ത്യയുടെ എതിർപ്പും ഇന്ത്യയുടെ ശക്തമായ മുന്നറിയിപ്പും പാകിസ്ഥാൻ്റെ DGMOയെ അറിയിക്കുന്നു. അതിനുശേഷമുള്ള മൂന്നാമത്തെ ആ നിലയിലുള്ള ചർച്ച എന്ന് ഇതിനെ പറയാം. ഏതായാലും കാതലായ പ്രശ്നങ്ങൾ, സിന്ധു നദീതട കരാർ മരവിപ്പിക്കലടക്കം, വാണിജ്യബന്ധം ഉപേക്ഷിച്ചതടക്കം ഉള്ള നിരവധി പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയമായ ചർച്ചകൾ, നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളാണ് വേണ്ടത്. അങ്ങനെ ഏതായാലും ഇന്ത്യ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല. ഇന്ത്യ ഇപ്പോൾ നിലവിൽ ഈ ചർച്ച മാത്രമാണ്, അതായത് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ജനറൽമാർ തമ്മിലുള്ള ചർച്ച മാത്രമാണ് നടക്കുന്നത് എന്ന നിലപാടിലാണ് ഇന്ത്യ. ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും. അച്യുതൻ ഡൽഹിയിൽ തുടരുന്നുണ്ട്. അച്യുതൻ, ഇപ്പോഴീ യോഗം തുടങ്ങിയ ശേഷമാണ് രാവിലെ വളരെ വിശദമായി സേനാ മേധാവികൾ, വിദേശകാര്യമന്ത്രി, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അതുപോലെ സംയുക്ത സേനാ മേധാവിയൊക്കെ പ്രധാനമന്ത്രിയെ കണ്ടു. വീണ്ടും ഇതാ വ്യോമസേനാ മേധാവി പ്രധാനമന്ത്രിയെ കാണുന്നു. NSAയും കൂടെയുണ്ട്. ഈ ദൗത്യത്തിൽ വ്യോമസേനയുടെ പങ്കെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നിർണായക റോൾ വഹിച്ചത് വ്യോമസേനയാണ്. വീണ്ടും പ്രധാനമന്ത്രിയെ വ്യോമസേനാ മേധാവി കാണുന്നുണ്ട്. എന്തായിരിക്കും ഈ പുതിയ നീക്കങ്ങളുടെ പിന്നിൽ? അത്തരം സൂചനകൾ എന്തെങ്കിലും ഡൽഹിയിലുണ്ടോ? വിജയകുമാർ, നിലവിൽ ഈ അതിർത്തിയിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന സൈനിക നടപടികൾ സംബന്ധിച്ചുള്ള ഒരു പിൻവാങ്ങലുമില്ല. അത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറയുകയുണ്ടായി. അതായത് അതിർത്തിയിലെ സേനാ വിന്യാസം അത് ശക്തമായി തുടരും. ഇനിയുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങളടക്കം അത് കൃത്യമായി തന്നെ നിരീക്ഷിക്കും. ആ രീതിയിൽ തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാവുക എന്നത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിരുന്നു. ഒപ്പം തന്നെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് വ്യോമസേനയാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ POKയിലും പാകിസ്ഥാനിലും ഉൾപ്പെടെ 9 ഇടങ്ങളിൽ ആസൂത്രണം ചെയ്യുകയും അത് വിജയം കാണുന്നതും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്നത്. ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും തുടർ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വീണ്ടും ഒരു ചർച്ചകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം അത് ഏത് സാഹചര്യത്തിൽ ഉണ്ടായാലും അതിന് കൃത്യമായി മറുപടി നൽകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്നതും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ വ്യോമസേന മേധാവിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും ഒരു പ്രത്യേക കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. ശരി, ആ കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേന മേധാവിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും കൂടിക്കാഴ്ച നടത്തി. അല്പസമയം മുമ്പ് ആ കൂടിക്കാഴ്ച അവസാനിച്ചു. ഏതാണ്ട് അരമണിക്കൂർ ആ ചർച്ച നീണ്ടുനിന്നു എന്നാണ് വിവരം. അതിർത്തിയിലെ ഇപ്പോഴത്തെ സാഹചര്യവും വ്യോമസേനയുടെ അതിലെ പങ്കുമൊക്കെ ആ ചർച്ചയിലും ഉന്നയിക്കപ്പെട്ടു, ചർച്ചയായിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. ഒരുപക്ഷെ 2:30 സേനാ വക്താക്കൾ ഇന്നലത്തേതിന് തുല്യമായൊരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വിശദാംശങ്ങളൊക്കെ ആ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കാം. ഇതിനോടനുബന്ധമായ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതിന് ശേഷമുള്ള 2ാം ദിനം ജമ്മു കാശ്മീർ അതിർത്തികൾ ശാന്തം. ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. സംഘർഷത്തെ തുടർന്ന് അടച്ച 32 വിമാനത്താവളങ്ങൾ ഉടൻ തുറക്കും.
വെടിനിർത്തൽ പ്രഖ്യാപിച്ച് രണ്ടാം നാൾ ജമ്മു കശ്മീർ തീർത്തും ശാന്തമാണ്. അതിർത്തികളിൽ യാതൊരു തരത്തിലുള്ള പ്രകോപനവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആശങ്കകൾ ഒഴിഞ്ഞ് ജനജീവിതം സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു. नॉर्मल हो चुका है, लगता है तो अभी पता नहीं है, जो बातचीत होगी उसके बाद पता चलेगा शाम तक क्या होगा, लेकिन ऐसा लगा कि नॉर्मल होना चाहिए क्योंकि हालात तो ठीक होना चाहिए. സംഘർഷ സാഹചര്യത്തിൽ രാജ്യത്ത് അടച്ച 32 വിമാനത്താവളങ്ങൾ ഉടൻ തുറക്കും. വിമാനത്താവളങ്ങൾ അടയ്ക്കാൻ നൽകിയ നോട്ടീസ് പിൻവലിച്ചു. തുറക്കാനായി പുതിയ നോട്ടീസ് ഇറക്കും. സംഘർഷത്തിനിടെ ശനിയാഴ്ച RS-പുര അതിർത്തിയിൽ വെച്ച് വെടിയേറ്റ് ചികിത്സയിലായിരുന്ന BSF ജവാൻ വീരമൃത്യു വരിച്ചു. മണിപ്പൂർ സ്വദേശിയായ BSF കോൺസ്റ്റബിൾ ദീപക് ചിഗംഖമാണ് വീരമൃത്യു വരിച്ചത്. ആശങ്കയോടെ ഒഴിഞ്ഞുപോയ കുടുംബങ്ങൾ അതിർത്തി മേഖലയിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കനത്ത ജാഗ്രത തുടരുകയാണ് സുരക്ഷാ സേന. ഉറിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. വെടിനിർത്തൽ ധാരണയിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നതിനിടെ ധാരണയിലെത്തിയതിന് ഇരു രാഷ്ട്രങ്ങളെയും അഭിനന്ദിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. അമേരിക്കയ്ക്ക് പങ്കില്ലെങ്കിൽ എങ്ങനെയാണ് വെടിനിർത്തൽ തീരുമാനമായി എന്ന ഔദ്യോഗിക പ്രഖ്യാപനം ട്രംപ് നടത്തിയത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ അനുനയ ചർച്ചകൾക്കും മറ്റുമായി ആരും ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാടാണ് രാജ്യം സ്വീകരിച്ചിരുന്നത്. ഭീകരർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുമെന്ന സന്ദേശവും ചർച്ചകൾക്ക് ശ്രമിച്ച എല്ലാ രാജ്യങ്ങൾക്കും നൽകിയിരുന്നു. എന്നാൽ വെടിനിർത്തൽ തീരുമാനം കേന്ദ്രം ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുന്നേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതാണ് സംശയങ്ങൾക്ക് ഇടയാക്കിയത്. കശ്മീർ പ്രശ്നപരിഹാരത്തിന് മൂന്നാം കക്ഷി ഇടപെട്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. സിംല കരാർ ലംഘിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യം ഈ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. കശ്മീരിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തർക്കമുണ്ടായാൽ അവിടെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ള സിംല കരാർ ലംഘിച്ചോ? ഡൊണാൾഡ് ട്രംപ് എല്ലാ ദിവസവും പ്രസ്താവന ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്. സർക്കാരിന്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. നമ്മുടെ വിദേശ നയത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ആവശ്യമുണ്ട്. അതിന് അടിയന്തരമായിട്ടും ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചു കൂട്ടണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഷയത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ കേന്ദ്ര നിലപാടിനെ തള്ളുന്നതാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. സമാധാന പാത തെരഞ്ഞെടുക്കുന്നതിൽ പ്രധാനമന്ത്രിമാരായ നരേന്ദ്രമോദിയെയും ഷഹബാസ് ഷെരീഫിനെയും അഭിനന്ദിക്കുന്നുവെന്നും പൂർണ്ണ വെടിനിർത്തൽ നിലനിർത്താനും നേരിട്ടുള്ള ആശയവിനിമയത്തിൽ ഏർപ്പെടാനും പ്രസിഡന്റ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുന്നത് തുടരുമെന്നും അമേരിക്ക പ്രസ്താവനയിലൂടെ അറിയിച്ചു. 24 ഡൽഹി. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിനു ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കെതിരെ നടന്നത് കടുത്ത സൈബർ ആക്രമണം. സൈബർ അധിക്ഷേപം രൂക്ഷമായതോടെ മിശ്രയുടെ X അക്കൗണ്ട് ലോക്ക് ചെയ്തു. അധിക്ഷേപങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ മിശ്രയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തി. രാജ്യദ്രോഹിയെന്നും ചതിയനെന്നുമുള്ള കമന്റുകളിട്ടാണ് വിക്രം മിശ്രയ്ക്കെതിരെ സൈബർ ഇടത്തിലെ അധിക്ഷേപം. അഭിഭാഷകയായ മിശ്രയുടെ മകൾക്കെതിരെയും സൈബർ ആക്രമണം രൂക്ഷമാണ്. മിശ്രയുടെയും മകളുടെയും പൗരത്വം ചോദ്യം ചെയ്തു പോലും ചിലർ രംഗത്തെത്തി. വിക്രം മിശ്രയ്ക്കെതിരായ ആക്രമണം മാറിയ ഇന്ത്യയുടെ ഇരുണ്ട മുഖമാണ് തുറന്നുകാട്ടുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MP. വിക്രം മിശ്രി എന്ന വിദേശകാര്യ സെക്രട്ടറിക്ക് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിവെക്കേണ്ട ഒരു ഗതികേടുണ്ടായി. ആ ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗങ്ങളെപ്പോലും മകളെപ്പോലും വലിച്ചിഴച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെ ജ്വാല സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ജനാധിപത്യ വ്യവഹാരം മാറി എന്നുള്ളത് നമുക്ക് ആശങ്കാജനകമാണ്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ പേരിൽ വിക്രം മിശ്രയെയും കുടുംബത്തെയും ആക്രമിക്കുന്നത് തെറ്റാണെന്നും മികച്ച നയതന്ത്രജ്ഞനായ മിശ്രയെ അധിക്ഷേപിക്കുന്നത് ന്യായീകരിക്കാനാകില്ലെന്നും മുൻ വിദേശകാര്യ സെക്രട്ടറി നിരുപമ റാവു പറഞ്ഞു. സർക്കാർ നയങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിക്കുക എന്ന ചുമതല മാത്രമാണ് മിശ്രി ചെയ്തതെന്നും സൈബർ ആക്രമണം ന്യായീകരിക്കാൻ കഴിയില്ലെന്നും മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയും നിലപാടെടുത്തു. സൈബർ അധിക്ഷേപത്തിനെതിരെ AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയും രംഗത്തുവന്നു. റിസർച്ച് ഡെസ്ക് 24. അതിർത്തിയിലെ അശാന്തി രാജസ്ഥാനിലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചത് കനത്ത ആഘാതമാണ്. ഉപജീവന മാർഗം വഴിമുട്ടിയതോടെ കച്ചവടക്കാർ വൻ പ്രതിസന്ധിയിലായി. ആശങ്കകൾ ജയ്സൽമീറിലെ കച്ചവടക്കാർ 24മായി പങ്കുവച്ചു. अभी लड़ाई चल रही है तो
कब बंद हुआ है इसका कोई भरोसा नहीं है। राशन पानी वो क्या महीना 2 महीना को घर पे ला रखो, नहीं हमारा क्या हाल होएगा। ये में लड़ाई दंगा होया तो बहुत खतरनाक है भाई साहब, इसका कोई भरोसा नहीं है। उसकी कोई भरोसा नहीं है, पढ़ सके फूट सके, पब्लिक बहुत नॉर्मल के पाचा लॉकडाउन लाग सकता है, कोई भरोसा नहीं है। फैसला ही हो जाता है, नहीं होता है, कोई भरोसा नहीं है इसका। ജയ്സാൽമീറിൽ ടൂറിസ്റ്റുകളുടെ സമയമല്ല, എങ്കിലും ചെറിയ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിർത്തിയിൽ സംഘർഷം തുടങ്ങിയതോടെ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലായി. धंधा होता है, धंधा इतना नहीं होता है, धंधा तो होता है 4-5 हजार रुपया बढ़ जाता है, उसमें कोई गुंजाइश नहीं है। हाल बहुत बुरा है, बच्चा प्राइवेट पढ़ता है, दुकानदारी होती है तो नॉर्मल होता है, नहीं तो ज़्यादा गुंजाइश नहीं है। കരിമ്പ് ജ്യൂസ് വിൽപ്പനക്കാരൻ ബിൽജിത്തിനും പറയാനുള്ളത് മധുരത്തിൻ്റെതല്ല, കൈപ്പേറിയ അനുഭവങ്ങൾ. अभी थोड़ा बिजनेस कम है, धंधा कस्टमर कम आ रहे, लड़ाई चल रही है ना पाकिस्तान हिंदुस्तान की, इसलिए कस्टमर बहुत कम है, सब पब्लिक गांव भग गई, जैसलमेर राजस्थान खाली खाली है अभी. പ്രാണരക്ഷാർത്ഥം ഓടിയ നാട്ടുകാരും ടൂറിസ്റ്റുകളുമൊക്കെ തിരിച്ചു വന്നാലേ ജയ്സാൽമീർ ആ പഴയ ജയ്സാൽമീർ ആവുകയുള്ളൂ. യുദ്ധങ്ങളും സംഘർഷങ്ങളും ഏറ്റവും ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്, അവരുടെ ജീവിതത്തെയാണ്, അവരുടെ ഉപജീവനത്തെയാണ്. സമാധാനം പുലരട്ടെ. ജയ്സാൽമീറിൽ നിന്ന് VS രാഹുലിനൊപ്പം അനിൽ വാസുദേവ്, 24. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ നയിക്കാൻ പുതുനിര. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA-യും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു. UDF കൺവീനറായി അടൂർ പ്രകാശ് MP-യും ഇന്ന് ചുമതലയേറ്റു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF-നെ അധികാരത്തിലെത്തിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ നേതൃത്വം നൽകുന്ന ഉറപ്പ്. സണ്ണി ജോസഫ് അവറുകൾ ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുകയാണ്. ഔദ്യോഗിക ചടങ്ങിന് നമ്മളെല്ലാവരും സണ്ണി ജോസഫ് അവറുകൾ ചുമതല ഏറ്റെടുക്കുകയാണ്. കെ സുധാകരന്റെ പിൻഗാമിയായി KPCC-യുടെ 38ാം അധ്യക്ഷ പദവി സണ്ണി ജോസഫ് MLA ഏറ്റെടുത്തു. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ല, കോൺഗ്രസ് മൈനസ് എന്നാൽ വട്ടപൂജ്യമാണെന്ന് ഓർക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. പാർട്ടി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല, കോൺഗ്രസ് ആണ് എല്ലാം, മൈനസ് കോൺഗ്രസ് നമ്മളെല്ലാം വട്ടപൂജ്യമാണെന്ന് മുൻകാല അനുഭവങ്ങൾ നമ്മളെല്ലാം തെളിയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ലക്ഷ്യം 2. ഇതാ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനാണ് എന്ന് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നു. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷാവിധിയിൽ നാളെയാണ് വാദം നടക്കുന്നത്. പ്രതിക്ക് മാനസിക രോഗമില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും. ഷഫീദ്, എന്തൊക്കെയാണ് കോടതി വ്യക്തമാക്കുന്നത്? പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച മുഴുവൻ കാര്യങ്ങളും വിചാരണ കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വേണമോ കരുതാൻ? ശിക്ഷാവിധി നാളെയാണോ? വിജയകുമാർ, കേരളം അതുവരെ കേട്ടിട്ടില്ലാത്ത ക്രൂര കൊലപാതകമായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലപാതകം. ആ കൊലപാതകത്തിൽ ഏക പ്രതിയായിട്ടുള്ള കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 2 തവണ വിധി പറയാൻ മാറ്റിവെച്ച കേസാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് പരിഗണിച്ചില്ല കേസ്. വീണ്ടും 1 മണിയിലേക്ക് കേസ് മാറ്റി പരിഗണിക്കുകയായിരുന്നു. പരിഗണിച്ചപ്പോഴാണ് ഈ പ്രതി കുറ്റക്കാരനാണെന്നും പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള ഫോറൻസിക് തെളിവുകൾ ഉൾപ്പെടെ കേസിൽ നിർണായകമാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എത്തിച്ചേർന്നിട്ടുള്ളത്. ശിക്ഷാവിധിയിൽ നാളെ വാദം നടക്കും. പരമാവധി ശിക്ഷ, പ്രത്യേകിച്ച് മാതാപിതാക്കളടക്കം 4 പേരെ കൊലപ്പെടുത്തി, ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വിചാരണ ഘട്ടത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മാത്രവുമല്ല, അതിൽ പറയുന്നുണ്ട് ഈ അമ്മയും അച്ഛനെയും കൊലപ്പെടുത്തിയ രീതി അടക്കമുള്ള കാര്യങ്ങൾ അത് കോൾ ക്രൂവലാണ് എന്നുള്ള കാര്യം കൂടി ഒരു ഘട്ടത്തിൽ, വിചാരണയുടെ ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ കോടതി ഗൗരവമായി പരിഗണിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ, 4 പേരെ, അതായത് നന്ദാവനത്തെ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിന് പരിസരത്തുള്ള ബെയിൻസ് കോമ്പൗണ്ട്സിലെ 117 നമ്പർ വീട്ടിൽ നിന്നായിരുന്നു ഈ കൊലപാതക കഥകളുടെ തുടക്കം അറിയുന്നത്. 2017 ഏപ്രിൽ 5-ന് കൊലപാതകം ആരംഭിച്ചു. 2017 ഏപ്രിൽ 8-നാണ് ഈ കൊലപാതക വിവരം പുറത്തു വരുന്നത്. ആദ്യം കൊലപ്പെടുത്തിയത് അമ്മ ജീൻ പത്മയായിരുന്നു. പിന്നാലെ അച്ഛൻ രാജാ തങ്കത്തെയും സഹോദരി കരോളിനെയും കൊലപ്പെടുത്തി. തൊട്ടടുത്ത ദിവസം
ദിവസം അവരെ മുറിക്കുള്ളിൽ സൂക്ഷിച്ച് അവരുടെ മൃതദേഹം മുറിക്കുള്ളിൽ സൂക്ഷിച്ച തൊട്ടടുത്ത ദിവസമാണ് ബന്ധുവും അതേപോലെ 70 വയസ്സുള്ള അന്ധയായ സ്ത്രീ ലളിതയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം 7-ാം തീയതി ആദ്യം കേതൽ ജിൻസൺ രാജ ഈ മൃതദേഹങ്ങൾ മുറിക്കുള്ളിൽ കത്തിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. തൊട്ടടുത്ത ദിവസം 8-ാം തീയതി വൈകിട്ടോടുകൂടിയാണ് ഇയാൾ ഈ വീണ്ടും കത്തിക്കാനുള്ള ശ്രമം നടക്കുകയും തീ പടരുകയും കൊലപാതക വിവരങ്ങൾ പുറത്തറിയുകയും ചെയ്തത്. അതിനുശേഷം അതേ 10-ാം തീയതി 2 ദിവസങ്ങൾക്കപ്പുറം 10-ാം തീയതി ഇയാളെ തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ പിടികൂടുന്നത്. അതിനുശേഷം ഇയാളുമായി പോലീസ് വളരെ പ്രധാനപ്പെട്ട ചില തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തി. ഇയാൾ ആദ്യം പോലീസിനോട് പറഞ്ഞത് ആസ്ട്രൽ പ്രൊജക്ഷൻ, അതായത് സ്വർഗപ്രവേശന ആഭിചാര വിദ്യയാണ് താൻ നടത്തിയത് എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ ശാസ്ത്രീയ മനോരോഗ പരിശോധനയിലടക്കം കേതലിന് മാനസിക പ്രശ്നം ഇല്ല എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചു. തെളിവ് ശേഖരണത്തിലടക്കം ഫോറൻസിക് തെളിവുകൾ പ്രോസിക്യൂഷന് പിടിവള്ളിയായി കോടതിയിൽ വിചാരണഘട്ടത്തിൽ ഉയർത്താനും കഴിഞ്ഞു എന്നുള്ളതും ഇതിന്റെ വിചാരണയിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വിജയകുമാർ, എടുത്തു പറയുകയാണെങ്കിൽ ഈ 2017 ഏപ്രിൽ 10 ഇയാൾ പിടിയിലായതിനു ശേഷം വർഷങ്ങൾ വേണ്ടി വന്നു ഇതിന്റെ വിചാരണയിലേക്ക് കടക്കാൻ. അങ്ങനെ 2024 അവസാനമാണ് വിചാരണ ആരംഭിക്കുന്നത്. 40 ദിവസത്തിൽ താഴെ മാത്രം സമയമെടുത്ത വിചാരണ പൂർത്തിയാക്കുന്നുണ്ട്. ഒടുവിൽ മെഡിക്കൽ ബോർഡ് അടക്കം രൂപീകരിച്ച് കേതൽ ജിൻസൺ രാജയ്ക്ക് മാനസിക പ്രശ്നമില്ല എന്ന് സ്ഥിരീകരിച്ചുറപ്പിച്ചതിന് ശേഷമാണ് ഇയാളുടെ വിചാരണ ആരംഭിച്ചത്. വിചാരണ ഘട്ടത്തിൽ കേതൽ ജിൻസൺ രാജ താൻ ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ല എന്ന് കോടതിയിൽ പറഞ്ഞു. പ്രോസിക്യൂഷനാകട്ടെ പലതരത്തിലുള്ള തെളിവുകൾ, അതിലൊന്നാമത്തെ തെളിവ് ഇയാൾ കൊലപാതകത്തിൽ ഉപയോഗിച്ച് പോലീസ് കണ്ടെടുത്ത സ്റ്റാൻലി സ്കാർപ്പന്റെ സാക്സ് എന്ന മഴു, ആ മഴു ഉപയോഗിച്ചാണ് 4 പേരെയും പുറകിൽ നിന്ന് വെട്ടി ഇയാൾ കൊലപ്പെടുത്തിയത്. അത് ഇയാളുടെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് വഴി ഇയാൾ ഓർഡർ ചെയ്തതാണെന്ന് പോലീസ് തെളിവടക്കം വിചാരണ ഘട്ടത്തിൽ കോടതിയിൽ അറിയിച്ചു. രണ്ടാമത്തേത് സൂംബി ഗോ ബൂം എന്ന് പറയപ്പെടുന്ന വീഡിയോ ദൃശ്യം ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്ന് ശേഖരിച്ചതായിരുന്നു. ആ വീഡിയോ ദൃശ്യത്തിലും മനുഷ്യനെ പിന്നിൽ നിന്ന് മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നതായിരുന്നു ആ ദൃശ്യങ്ങളിലുള്ളത്. മൂന്നാമത്തേത് കൊല്ലപ്പെട്ടവരുടെ രക്തസാമ്പിളുകൾ കേതലിന്റെ വസ്ത്രങ്ങളിൽ നിന്ന് കണ്ടെടുത്തു. നാലാമത്തേത് ഈ കൊലപാതകം നടന്ന 5, 6, 7, 8 ദിവസങ്ങളിൽ കേതൽ ജിൻസൺ രാജ ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള സാക്ഷിമൊഴി. ഏറ്റവും ഒടുവിലും അതേസമയം വൈറ്റലാണെന്ന് കോടതി കണ്ടെത്തിയ ഒരു സാക്ഷിമൊഴി എന്ന് പറയുന്നത് ഈ ബന്ധുക്കൾ, അതായത് കൊല്ലപ്പെട്ട ബന്ധുക്കൾ തമിഴ്നാട്ടിലേക്ക് പോയി എന്ന് കേതൽ ജിൻസൺ രാജ വീട്ടുജാലിക്കോരിയരും അതേപോലെ തന്നെ ബന്ധുവായിട്ടുള്ള മറ്റൊരാളോടും കളവ് പറഞ്ഞു. ഇതടക്കമുള്ള സാക്ഷിമൊഴികളുമാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. അതേസമയം കേതലിന്റെ മാനസിക പ്രശ്നത്തിൽ പിടിച്ചു മാത്രമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ. ആ വാദങ്ങൾ പൂർണ്ണമായും തള്ളി. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഫോറൻസിക് തെളിവുകൾ, ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, അതേപോലെ സാക്ഷിമൊഴികൾ, മറ്റ് ഓൺലൈൻ വിവരശേഖരണ ഫലങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതി കൃത്യമായി പരിഗണിച്ചു. അങ്ങനെയാണ് കേതൽ ജിൻസൺ രാജ ആണ് ഈ കുറ്റം ചെയ്തത്, അയാൾ കുറ്റക്കാരനാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കോടതി എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതായാലും നാളെ ശിക്ഷാവിധിയിൽ വാദം കേൾക്കും. പരമാവധി ശിക്ഷ എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ നാളെയും ആവർത്തിക്കുകയും ചെയ്യും. വിജയകുമാർ, ഈ ഷഫീദ്, ഈ പ്രതിക്ക് മാനസിക രോഗമില്ല എന്നത് പ്രോസിക്യൂഷന്റെ ഒരു നിലപാട് തന്നെയായിരുന്നു. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ മാനസിക പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രതിഭാഗം നടത്തിയ ഈ ശിക്ഷ കുറയ്ക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ നടത്തിയ നീക്കങ്ങൾ വിജയിച്ചില്ല എന്ന് തന്നെ കരുതാം. ഒപ്പം ഇത്രയും കൊടും ക്രൂരത ചെയ്തുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അപൂർവങ്ങളിൽ അപൂർവമെന്ന് എല്ലാ തരത്തിലും പറയാവുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ, വധശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നത് തന്നെ ആയിരിക്കുമല്ലോ പ്രോസിക്യൂഷൻ ആ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന സമീപനം, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. അതായത് വിചാരണ ഘട്ടത്തിൽ ഇതിന്റെ മോഡ് ഓഫ് ഓപ്പറാൻഡി, ഇതിന്റെ ലക്ഷ്യം മാത്രവുമല്ല അതിനുശേഷം പ്രതിയുടെ സമീപനം, പ്രതി തെളിവ് നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, പ്രതി ഒളിവിൽ പോകാൻ നടത്തിയ ശ്രമം, ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉയർത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ നിലപാട് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളാണ്. മാത്രവുമല്ല എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് കേതൽ ജിൻസൺ രാജ പറഞ്ഞിട്ടില്ല കോടതിയിൽ ഇതുവരെ. മാത്രവുമല്ല ഇയാൾ ഈ കുറ്റം ചെയ്തു എന്ന് പോലീസിനോട് സമ്മതിക്കുന്ന ഘട്ടത്തിൽ പോലും വളരെ ബുദ്ധിപരമായി ഇതൊരു ആസ്ട്രൽ പ്രൊജക്ഷൻ, അതല്ലെങ്കിൽ സ്വർഗപ്രവേശന ആഭിചാര വിദ്യ, താൻ ദുർമന്ത്രവാദം നടത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് നടത്തിയത്. അതല്ലാതെ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നമുണ്ട് എന്ന് ഏതെങ്കിലും തരത്തിൽ പോലീസിന്, അത് ഈ കൊലപാതകങ്ങൾക്ക് മുൻപോ കൊലപാതകങ്ങൾക്ക് ശേഷമോ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പല മെഡിക്കൽ ബോർഡുകൾ ചേർന്ന് പോലീസ് ആ വിവരം ശേഖരിച്ച് സ്ഥിരീകരിച്ച് കോടതിക്ക് മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇയാൾ കരുതിക്കൂട്ടി നടത്തിയ കൊല, അതിന്റെ മോട്ടീവ് എന്ന് പോലീസ് ഇപ്പോൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വിചാരണ ഘട്ടത്തിൽ വാദിച്ചത് 3-4 കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം, മാതാപിതാക്കളോട് ഇയാൾക്ക് അടങ്ങാത്ത പകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പിതാവിന്റെ മദ്യപാനം, പരസ്ത്രീ ഗമനം അടക്കമുള്ള കാര്യങ്ങൾ മാതാവിനോട് പറഞ്ഞിട്ടും കാര്യമാക്കിയില്ല. മാതാവും സഹോദരിയും വിദേശത്തേക്ക് പോകാൻ ചില ശ്രമങ്ങൾ നടത്തി, താൻ ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം, അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇയാൾ 4 പേരെയും കൊലപ്പെടുത്തി എന്നുള്ളതാണ് വിചാരണ ഘട്ടത്തിൽ പ്രോസിക്യൂഷനും പോലീസും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം. സ്വാഭാവികമാണ് അയാൾക്കൊരു മോട്ടീവ് ഉണ്ടായിരുന്നു. ആ മോട്ടീവ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല ഇയാൾ ഉന്നയിച്ചതുപോലെ അല്ലെങ്കിൽ പ്രതിഭാഗം ഉന്നയിച്ചതുപോലെ എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ട് എന്ന് തെളിയിക്കാൻ ശാസ്ത്രീയമായി ഇതിനോടകം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ
ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല. കൊലപാതകത്തിന് മുൻപോ ശേഷമോ കേതൽ ജിൻസൺ രാജയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പലതരത്തിൽ പല മാനങ്ങളിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ കോടതി പരിശോധിച്ച് തന്നെയാണ് ഇയാൾ കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം കണ്ടെത്തിയത്. നാളെ വിധി പറയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ വിചാരണ വൈകിപ്പിച്ചതിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക നിരീക്ഷണം വല്ലതും ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഇതിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കും. പരമാവധി ശിക്ഷ എന്നുള്ളത് തന്നെയായിരിക്കും പ്രോസിക്യൂഷന്റെ ഈ ഘട്ടത്തിലെ നിലപാട്. വിചാരണ വൈകിപ്പിച്ച അടക്കമുള്ള കാര്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഒരുപക്ഷെ നാളെ ശിക്ഷാവിധിയിൽ വാദം കേൾക്കുമ്പോൾ ഉയർത്താൻ സാധ്യതയുണ്ട്. വിജയകുമാർ. ഷഫീദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ ഒരു ഘട്ടത്തിൽ ഈ കേസിന്റെ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ പ്രതിഭാഗം പറയുന്നുണ്ടായിരുന്നു, വിചാരണ നേരിടാൻ പോലും പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഈ കൂട്ടക്കൊലപാതകത്തിലെ പ്രതി എന്ന് പറയുന്നു ജിൻസൺ രാജ. അയാൾക്ക് ഈ വിചാരണയെ നേരിടാൻ പറ്റുന്നില്ല, അയാൾക്ക് അതിനുള്ള മാനസിക കരുത്തില്ല, ദുർബലനാണ് അയാൾ എന്നൊക്കെ കോടതിയിൽ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. അതുകൊണ്ട് വിചാരണ നീട്ടിവെക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രക്ഷപ്പെടൽ തന്ത്രത്തിൻ്റെ ഭാഗമായ ഒരു നീക്കമായിരുന്നു എന്ന് വിചാരണ കോടതിക്ക് ബോധ്യപ്പെടാൻ പിന്നീട് അധിക സമയം വേണ്ടി വന്നില്ല എന്ന് വേണം കരുതാൻ. ഇത്തരമൊരു വിധി അയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ഇപ്പോൾ പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. ശിക്ഷയിന്മേൽ നാളെ വാദം നടക്കുകയുമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഇയാൾ മനോരോഗിയാണെന്ന് സ്ഥാപിക്കാൻ നടത്തിയ നീക്കം പൊളിഞ്ഞു, അതിൻ്റെ പേരിൽ വിചാരണ നീട്ടിവെക്കാൻ പ്രതിഭാഗം നടത്തിയ നീക്കവും പൊളിഞ്ഞു, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. അതായത് ഈ സംഭവം നടക്കുന്നു, അതായത് 2017 ഏപ്രിൽ 5-ാം തീയതി ഇയാൾ ആദ്യത്തെ 3 പേരെ, അമ്മ, അച്ഛൻ, അതേപോലെ സഹോദരി എന്നിവരെ കൊലപ്പെടുത്തുന്നു. രണ്ടാമത്തെ ദിവസം ബന്ധുവിനെ കൊലപ്പെടുത്തുന്നു. കേതലിനെ സംബന്ധിച്ച് കേതലിന് കൃത്യമായ ഒരു പ്ലാൻ, ഒരു ആസൂത്രണം ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഫ്ലിപ്കാർട്ട് വഴി ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടി ആ മഴു, അതായത് സ്റ്റാൻലി സ്കാർപ്പന്റെ സാക്സ് എന്ന് പറയപ്പെടുന്ന മഴു ഓർഡർ ചെയ്യുന്നത്. അതിന്റെ തെളിവടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഇതിനോടൊപ്പം തന്നെ ഹാജരാക്കി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ആസൂത്രണം സംബന്ധിച്ച് ഒന്നാമത്തെ വിവരം അങ്ങനെയാണ്. രണ്ടാമത്തേത്, ഇയാൾ അതിനുശേഷം നടത്തിയത്, അതായത് 5-ാം തീയതി വൈകിട്ട് 3 കൊലപാതകം, 6-ാം തീയതി ഒരു കൊലപാതകം, 5, 6, 7, 8 ദിവസങ്ങളിൽ ആ പകൽ സമയവും 8-ാം തീയതി വൈകുന്നേരം വരെയുള്ള സമയവും ഇയാൾ ആ മൃതദേഹങ്ങൾ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവർത്തിച്ചു പറഞ്ഞു. അത് തന്നെ ആസൂത്രണം അടിവരയിടുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാതാവുകയാണ്. മാത്രവുമല്ല, ഇയാൾ ഈ മൃതദേഹങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ പ്രോസിക്യൂഷൻ അടക്കം, അതായത് കേതൽ ജിൻസൺ രാജ നടത്തിയ കൊലപാതകങ്ങളുടെ ആ കേസിൽ, നന്തങ്കോട് കൂട്ടക്കൊലപാതക കേസിന്റെ പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം കോടതിക്ക് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വിജയകുമാർ, നമ്മൾ പറഞ്ഞു വന്നത് ഇയാൾ ഇത് ആസൂത്രണം ചെയ്തിരുന്നു. ഇതിന് കൃത്യമായ ഒരു ഗൂഢാലോചന സ്വഭാവം ഇയാൾക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇയാളോട് തന്നെ ഗൂഢാലോചന നടത്തിയെന്ന പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഏതാണ്ട് 3 ദിവസം ഇയാൾ ഈ പുറത്തു നിന്നുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ 5 പേർക്കുള്ള ഭക്ഷണമൊക്കെ പുറത്തുപോയി നിന്ന് വാങ്ങുന്നു, ഈ മൃതദേഹത്തിന്റെ ഒപ്പം കഴിഞ്ഞുകൂടുന്നു, അത് നശിപ്പിക്കാൻ ഒരു സമയം തിരഞ്ഞെടുക്കുന്നു. ആദ്യ ശ്രമം പാളുന്നു 7-ാം തീയതി വൈകിട്ട്. അതിനുശേഷം 8-ാം തീയതി മൃതദേഹം കത്തിച്ച് നശിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇയാൾ അറിയാതെ ആ തീ പടർന്ന് ഈ കൊലപാതക വിവരം പുറത്തേക്ക് വന്നതാണ് എന്ന് പല ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഈ വിചാരണ ഘട്ടത്തിൽ വാദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതിനുശേഷം ഇയാൾക്ക് കൃത്യമായ മോട്ടീവ് ഉള്ളതുകൊണ്ടാണ് ഇയാൾ ഒളിവിൽ പോയത് എന്നുള്ള കാര്യം കൂടി കണ്ടെത്തുന്നുണ്ട്. കാരണം ഇയാൾ ചെന്നൈയിലേക്കാണ് ഒളിവിൽ പോയത്, അവിടെ ഒരു മുറിയെടുത്ത് താമസിച്ചു. അവിടെ TV-യിൽ ഇയാൾ തന്നെയാണ് പ്രതി എന്ന് പോലീസ് കണ്ടെത്തി തന്നിലേക്ക് പോലീസ് അടുക്കുന്നു എന്നുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇയാൾ അങ്ങനൊരു ആസൂത്രണം അതിനകത്ത് പൂർണ്ണ അർത്ഥത്തിൽ ഉണ്ടായി എന്നുള്ളത് പറയുന്നത്. ഏതായാലും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ കോടതിക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏതാണ്ട് വർഷങ്ങൾ നീണ്ട നിയമപരമായിട്ടുള്ള പോരാട്ടം, അതിനുശേഷം വിചാരണ ഘട്ടം. അതാ ഇപ്പോൾ പ്രോസിക്യൂട്ടർ നമ്മളോടൊപ്പം ചേരുക. യെസ്, 302, 436 and 201 എല്ലാ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരണ കോടതി വ്യക്തമാക്കുകയാണ്. പലയിടത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തരത്തിലുള്ള രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള തെളിവും വന്നിട്ടില്ല. ഇതിനകത്ത് സാഹചര്യ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കോടതി പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയുടെ അടുത്ത് 313, അതായത് പ്രതിയുടെ അടുത്ത് ചോദ്യം ചോദിച്ച സമയത്ത് പോലും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഈ ആസ്ട്രൽ പ്രൊജക്ഷനോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള രീതിയിലുള്ളൊന്നും പ്രതിയുടെ ഭാഗത്തു നിന്ന് തെളിവ് വന്നിട്ടില്ല. അന്വേഷണത്തിൽ ഒരിടത്തും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. പ്രതിയുടെ ഭാഗത്ത് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ളത് ആദ്യമായി പ്രതിയുടെ വായിൽ നിന്ന് തന്നെ വരുന്നത് നമുക്കറിയാം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് 7 ദിവസത്തോളം കസ്റ്റഡിയിലുണ്ടായിരുന്നു. ആ പ്രതിയുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്ത് ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളും കണ്ടെത്തുകയും ആയുധങ്ങൾ കണ്ടെത്തുന്നു. പ്രതി പെട്രോൾ വാങ്ങിച്ചതും
ഈ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് ഈ തെളിവ് നശിപ്പിക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയത്തും ഈ 7 ദിവസങ്ങളിലും പ്രതിയുടെ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന 7 ദിവസങ്ങളിലും മാനസിക പ്രശ്നങ്ങളുള്ള തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഡോക്ടർ മോഹൻ റോയിയെ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് അത് ഇല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി മോഹൻ റോയിയുടെ സഹായം തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും മാനസിക പ്രശ്നങ്ങളുണ്ട്, ചെറിയ രീതിയിലുള്ളതായിട്ട് കാണുന്നുണ്ടോ എങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിലും പ്രതി കുറ്റം ചെയ്ത രീതിയിലും അദ്ദേഹത്തിൻ്റെ ആ മോഡസ് ഓപ്പറാൻഡി പ്രിപ്പറേഷൻ അത് ഏത് രീതിയിലാണ് കുറ്റകൃത്യം നടത്തിയത് ഇതിൽ നിന്നൊന്നും മാനസിക പ്രശ്നങ്ങളുള്ള പെരുമാറുന്ന രീതി എവിഡൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുന്ന സമയത്ത് ഒരു തരത്തിലും ഒരു സമയത്തും പ്രതിയുടെ ഭാഗത്തുനിന്നോ ഡിഫൻസിൻ്റെ ഭാഗത്തുനിന്നോ അതിനെ തർക്കിക്കുന്ന രീതിയിലുള്ള ഒരു ഇതും വന്നിട്ടില്ല. അതുപോലെ തന്നെ പ്രതിയുടെ ഇൻക്രിമിനേറ്റിംഗ് സർക്കംസ്റ്റാൻസസുകളെ കുറിച്ച് പ്രതിയോട് ചോദ്യം ചെയ്ത സമയത്തും പ്രതി വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് തന്നിരുന്നത്. അതുപോലെ തന്നെ പ്രതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് താൻ ഈ കൃത്യം നടന്നതായി പറഞ്ഞ 4-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെയുള്ള സമയത്ത് അദ്ദേഹം ഏതോ സ്ഥലത്ത് കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അത് തമിഴ്നാട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നടക്കുകയായിരുന്നെന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്രകാരം ഒരു വലിയൊരു പ്രശ്നം വീട്ടിൽ നടന്നതായിട്ട് എനിക്ക് മനസ്സിലായപ്പോഴും ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നാടിനെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനാണ് എന്ന് വിചാരണ കോടതി വിധിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ ഒരു സ്ത്രീയെയുമാണ് കേതൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ശിക്ഷാവിധി അതിന്മേലുള്ള വാദം നാളെ നടക്കും. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച മുഴുവൻ വകുപ്പുകളും വിചാരണ കോടതി ശരിവച്ചിരിക്കുകയാണ്, തെളിഞ്ഞിരിക്കുകയാണ്. സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ പരിശോധനാ തെളിവുകൾ, സാക്ഷിമൊഴികൾ ഇതൊക്കെ പ്രതിക്കെതിരെ ഉണ്ടായിരുന്നു. അതൊക്കെ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പരമാവധി കുറ്റം, പരമാവധി ശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ പ്രതിക്ക് നൽകണമെന്നതാണ് പ്രോസിക്യൂഷൻ വാദം. അത് നാളെ ശിക്ഷയിന്മേൽ നടക്കുന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ അത് വ്യക്തമാക്കും. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതകം, ഒരു കൂട്ടക്കൊലപാതകം എന്ന നിലയിൽ ഇതിനെ പരിഗണിച്ച് പരമാവധി ശിക്ഷ നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതും നാളെ ഈ ശിക്ഷയിന്മേൽ വാദം നടക്കുന്ന ഘട്ടത്തിൽ വിചാരണ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ നമ്മൾ കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വത്തെ നയിക്കാൻ പുതുനിര എന്ന റിപ്പോർട്ട് നൽകിയിരുന്നു. അതിനിടയിലാണ് നന്ദൻകോട് കൊലപാതകത്തിന്റെ വിവരങ്ങൾ വന്നത്. നമ്മൾ വീണ്ടും ആ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA-യും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു. UDF കൺവീനറായി അടൂർ പ്രകാശ് MP-യും ഇന്ന് ചുമതലയേറ്റു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF-നെ അധികാരത്തിലെത്തിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ നേതൃത്വം നൽകുന്ന ഉറപ്പ്. സണ്ണി ജോസഫ് അവറുകൾ ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുകയാണ്. ഔദ്യോഗിക ചടങ്ങിന് നമ്മളെല്ലാവരും സണ്ണി ജോസഫ് അവറുകൾ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കെ സുധാകരന്റെ പിൻഗാമിയായി KPCC-യുടെ 38ാം അധ്യക്ഷ പദവി സണ്ണി ജോസഫ് MLA ഏറ്റെടുത്തു. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ല. കോൺഗ്രസ് മൈനസ് എന്നാൽ വട്ടപൂജ്യമാണെന്ന് ഓർക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. പാർട്ടി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല, കോൺഗ്രസ് ആണ് എല്ലാം. മൈനസ് കോൺഗ്രസ് നമ്മളെല്ലാം വട്ടപൂജ്യമാണെന്ന് മുൻകാല അനുഭവങ്ങൾ നമ്മളെല്ലാം തെളിയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ലക്ഷ്യം 2025-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. CPIM-നെ താഴെയിറക്കുമെന്നും സണ്ണി ജോസഫ്. 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 26-ൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുന്നണിയെയും പാർട്ടിയെയും വിജയിപ്പിച്ചുകൊണ്ടുവരാൻ സാധിക്കും. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, വി വിൽ ഫൈറ്റ് ടുഗദർ. നമ്മൾ ഒന്നിച്ച് ആ ഉത്തരവാദിത്വം ദൗത്യം ഏറ്റെടുക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകാനുള്ളതാകരുതെന്ന് ഓർമ്മിപ്പിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ്. നമുക്ക് ചർച്ചകൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകുവാൻ വേണ്ടിയല്ല, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് രൂപം കൊടുക്കണം. പിന്നാലെ വർക്കിംഗ് പ്രസിഡന്റുമാരായി AP അനിൽകുമാറും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും ചുമതലയേറ്റെടുത്ത് സംസാരിച്ചു. ഇടതു മുന്നണി അധികാരത്തിൽ നിന്ന് വഴിയിലൂടെ പുറത്തേക്ക് പറഞ്ഞേക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവോട് സൂചിപ്പിച്ചതുപോലെ 2001 എന്നുള്ളതാണ് ഈ കാലഘട്ടം, ഈ നാട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ വലിയ തോതിൽ അഭിമാനിക്കുന്നു. KPCC-യുടെ പുതിയ ടീം നാളെ ഡൽഹിയിൽ AICC നേതാക്കളുമായി ചർച്ച നടത്തും. 24 തിരുവനന്തപുരം.
KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ പടക്കുതിരയെ പോലെ നയിക്കുമെന്ന് കെ സുധാകരൻ. 4 കൊല്ലത്തെ രാഷ്ട്രീയ സംഘടനാ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ സുധാകരൻ പ്രസംഗത്തിൽ ഒരിടത്തും KC വേണുഗോപാലിന്റെയും VD സതീശിന്റെയും പേര് പരാമർശിച്ചതേയില്ല. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആന്റോ ആന്റണിയും ചടങ്ങിൽ പങ്കെടുത്തതുമില്ല. പാർട്ടി പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കെ സുധാകരൻ അധ്യക്ഷ പ്രസംഗം നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 18 സീറ്റ് നേട്ടവും സമരോത്സുകമായ ദിനങ്ങളും എണ്ണിപ്പറഞ്ഞ കെ സുധാകരൻ സ്ഥാനമൊഴിഞ്ഞാലും പാർട്ടി നയിക്കാൻ താനുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. നിങ്ങളാണ് അതിന്റെ പിന്തുണ, നിങ്ങളാണ് എന്റെ പ്രേരക ശക്തി. ആ പ്രേരക ശക്തിയായ നിങ്ങളോടൊപ്പം ഇനിയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. CPM-നെതിരെയുള്ള പോരാട്ടത്തിന്റെ മുമ്പിൽ നിങ്ങളോടൊപ്പം ഒരു പടക്കുതിര പോലെ ഞാൻ എന്നും ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകുകയാണ്. രാഷ്ട്രീയ എതിരാളികളോട് വിട്ടുവീഴ്ചയില്ലെന്ന പ്രഖ്യാപനവും വിടവാങ്ങൽ പ്രസംഗത്തിൽ കെ സുധാകരൻ നടത്തി. എന്നെ ജയിലിലടക്കാനും കേസിൽ കൊടുക്കാനും ഒക്കെ നോക്കിയവരുണ്ട്. നെഞ്ചിന് 56 ഇഞ്ച് അറിവുള്ളവരോടും ഇരട്ട ചങ്കുള്ളവരോടും ഒക്കെ നോ കോംപ്രമൈസ് എന്ന നിലപാടിലൊന്നും ഞാൻ എന്നും മാറ്റമുണ്ടാക്കിയിട്ടില്ല. നേട്ടങ്ങൾ വിസ്തീകരിച്ച പ്രസംഗത്തിൽ പ്രവർത്തകരോടും നേതാക്കളോടും കെ സുധാകരൻ നന്ദി പറഞ്ഞു. എന്നാൽ പ്രസംഗത്തൊരിടത്തും KC വേണുഗോപാലിന്റെയോ VD സതീശിന്റെയോ ദീപദാസ് മുൻഷിയുടെയോ പേര് പരാമർശിച്ചതേയില്ല. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ട ആന്റോ ആന്റണി സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് ശ്രദ്ധേയമായി. ഇന്നലെ അന്തരിച്ച MG കണ്ണന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് ആന്റോ ആന്റണി വിട്ടുനിന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. 24 തിരുവനന്തപുരം. ഇപ്പോഴൊരു വിവരം കൂടി ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ഇന്ത്യ പാക് DGMO തല ചർച്ച മാറ്റി. വൈകുന്നേരത്തേക്കാണ് ചർച്ച മാറ്റിയത് എന്നാണ് വിവരം. എന്തുകൊണ്ടാണ് ആ ചർച്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ്, അത് വൈകിട്ടത്തേക്ക് മാറ്റിയത് എന്നത് സംബന്ധിച്ച ഒരു വിശദീകരണവും ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, എന്തുകൊണ്ടാണ് ഈ ചർച്ച മാറ്റിയത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഔദ്യോഗിക വിശദീകരണമുണ്ടോ? ഇന്ന് 2:30 ഒരു വാർത്താ സമ്മേളനം സേനാ വക്താക്കളുടേതുണ്ടായിരുന്നു. അത് ഷെഡ്യൂൾ അനുസരിച്ച് നടക്കുമോ അതോ അതും മാറ്റിയിട്ടുണ്ടോ? വിജയകുമാർ, നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഈ ഇന്ത്യ പാക് DGMOമാരുടെ ചർച്ച അത് മാറ്റിയതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. 12 മണിക്കായിരുന്നു നേരത്തെ ഇരു രാജ്യങ്ങളുടെയും DGMOമാരുടെ സൈനികതല ചർച്ച നടക്കുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ ആ സമയക്രമത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത് വൈകിട്ടോടുകൂടിയായിരിക്കും ആ ചർച്ചകൾ ഉണ്ടാവുക. ഇന്ത്യ പാക് DGMOമാരുടെ ചർച്ചകൾ ഇന്ന് വൈകിട്ടോടുകൂടി നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് 2:30 3 സേനയിലെയും DGMOമാരുടെ ഒരു വാർത്താ സമ്മേളനവും വിളിച്ചിരുന്നു. അതിൽ നിലവിൽ ആ ഒരു സമയത്തിൽ മാറ്റമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് 2:30 തന്നെ ആ വാർത്താ സമ്മേളനവും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പം മുൻപ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചില നിർണായക കൂടിക്കാഴ്ചകൾ ഈ DGMOമാരുടെ ഇരു രാജ്യങ്ങളുടെയും DGMOമാരുടെ ചർച്ചകൾക്ക് മുൻപായി നടന്നിരുന്നു. ഇനി ആ ഒരു നിർണായക കൂടിക്കാഴ്ചയുടെ ഭാഗമായാണോ ഇപ്പോൾ നിലവിൽ ഈ ചർച്ചകൾ വൈകിട്ടത്തേക്ക് മാറ്റിയത് എന്നത് സംബന്ധിച്ചും ഒരു സ്ഥിരീകരണമില്ല. എന്തായാലും നിലവിൽ വൈകിട്ട് ഈ ഇന്ത്യ പാക് DGMOമാരുടെ ചർച്ചകൾ നടക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ. യെസ്, അതിലൊരു അനിശ്ചിതത്വമുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനായിട്ടില്ല. നിർണായക ഇന്ത്യ പാക് സൈനികതല ചർച്ച വൈകിട്ടത്തേക്ക് മാറ്റി. ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ആ ചർച്ച നിശ്ചയിച്ചിരുന്നത്. 2:30 ഒരു വാർത്താ സമ്മേളനം സേന ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, സേനാ വക്താക്കളുടേത്. അതിൽ മാറ്റമുണ്ടോ എന്നറിയില്ല. ഇതുവരെ അത് മാറ്റിയതായി വിവരമൊന്നും നൽകിയിട്ടില്ല. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ഫോൺ കോൾ എത്തിയ കേസിൽ കസ്റ്റഡിയിലെടുത്തയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് ഈ അറസ്റ്റിലായ ആളുടെ ലക്ഷ്യം? എന്തിനു വേണ്ടിയാണ് ഇത്തരം ഒരു വിവരം ശേഖരണം നടത്തിയത്? അതിൻ്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് പറഞ്ഞാണല്ലോ ഒരു കോള് നാവികസേന ആസ്ഥാനത്തേക്ക് എത്തിയതല്ലേ? വിജയകുമാർ, ഈ മാസം 10-ാം തീയതിയാണ് കൊച്ചി നാവികാസ്ഥാനത്തേക്ക് ഒരു ഫോൺ കോൾ എത്തിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാഘവൻ എന്നയാൾ വിളിക്കുന്നു എന്നാണ് പരിചയപ്പെടുത്തിയത്. അയാൾ ചോദിച്ചത് INS വിക്രാന്തിന്റെ ലൊക്കേഷൻ ഇപ്പോൾ എവിടെയെന്നാണ്. ആദ്യ ഫോൺ കോളിൽ തന്നെ ഇത് ഒരു വ്യാജ ഫോൺ കോൾ ആണ് എന്ന് നാവികാസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുകയും പിന്നാലെ ഹാർബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. ഇയാളുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച ഹാർബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ ഇന്ന് കോഴിക്കോട് ഇലത്തൂരിൽ നിന്ന് പിടികൂടിയത്. ഇയാളുടെ പേര് മുജീബ് റഹ്മാൻ എന്നാണ്. ഇയാൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ
അടിസ്ഥാനത്തിൽ നാവികാസ്ഥാനത്തേക്ക് ഫോൺ കോൾ വിളിച്ച INS വിക്രാന്തിന്റെ വിവരങ്ങൾ തേടിയത് എന്ന ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അടക്കം പരിശോധിച്ചു വരികയാണ്. ആദ്യഘട്ടത്തിൽ 319 BNS-A പ്രകാരമാണ് കേസെടുത്തത്. ഇനി വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം സീക്രസി ആക്ട് കൂടി ചുമത്താനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വിവരങ്ങൾ തേടേണ്ടി വന്നാൽ മാത്രം കസ്റ്റഡി എന്നുള്ളതാണ് നിലപാട്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ മദ്യമോ അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് ഫോൺ കോൾ വിളിച്ചതാണോ എന്നൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും എന്തിന് ഫോൺ വിളിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. വിജയകുമാർ. മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടത്തുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ രഹസ്യ വിവരങ്ങൾ ചോർത്തിയതിന് സസ്പെൻഡ് ചെയ്ത കമാൻഡോ ഹവീൽദാർമാരെ തിരിച്ചെടുത്തതിൽ അന്വേഷണം. DIG തലത്തിലാണ് അന്വേഷണം നടത്തുന്നത്. 24 എക്സ്ക്ലൂസീവ്. ഏറെ വിവാദമായ SOG രഹസ്യം ചോർത്തലിൽ സസ്പെൻഷനിലായ രണ്ടുപേരെ അതിവേഗം തിരിച്ചെടുത്തതാണ് അന്വേഷണത്തിനിടയാക്കിയത്. പോലീസ് തലപ്പത്തും ആഭ്യന്തര വകുപ്പിലും അറിയാതെ നടത്തിയ തിരക്കിട്ട തിരിച്ചെടുക്കൽ ഉന്നത തലങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. തിരിച്ചെടുക്കൽ ഫയൽ DIG വിളിപ്പിച്ചുവെന്നാണ് വിവരം. PV അൻവറിന് രഹസ്യങ്ങൾ ചോർത്തിയെന്ന വിവാദത്തിന്റെ തുടർച്ചയായുള്ള ഈ നടപടിയെ രാഷ്ട്രീയമായും പ്രാധാന്യത്തോടെയാണ് വിലയിരുത്തപ്പെടുന്നത്. സംഭവത്തിലെ വസ്തുതകൾ കണ്ടെത്താനാണ് സർക്കാർ നീക്കം. നേരത്തെ SOG രഹസ്യങ്ങൾ ചോർത്തിയെന്ന കുറ്റം ആരോപിച്ച് സസ്പെൻഡ് ചെയ്ത ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ കമാൻഡോ ഹവിൽദാർമാരായ മുഹമ്മദ് ഇല്യാസിനെയും പയസ് സബാസ്റ്റ്യനെയുമാണ് തിരിച്ചെടുത്തത്. ഏപ്രിൽ 28-ന് സസ്പെൻഡ് ചെയ്ത ഇവരെ 12 ദിവസത്തിനകമാണ് അതിവേഗം തിരിച്ചെടുത്ത് ഉത്തരവിറക്കിയത്. അസാധാരണ തിരിച്ചെടുക്കൽ സസ്പെൻഷൻ കഴിഞ്ഞ് 2 ആഴ്ച പോലും പൂർത്തിയാകും മുൻപാണ്. ഇതാണ് പോലീസിനകത്ത് ചർച്ചയ്ക്കിടയാക്കിയത്. പോലീസ് തലപ്പത്തറിയാതെ IRB കമാൻഡന്റ് നടത്തിയ നീക്കത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് തലപ്പത്തുള്ള ചർച്ച. SOG രഹസ്യങ്ങൾ ചോർത്തി അച്ചടക്കം ലംഘിച്ചു, സേനയ്ക്ക് കളങ്കമുണ്ടാക്കി എന്ന കുറ്റം ചുമത്തിയായിരുന്നു സസ്പെൻഷൻ ഉത്തരവ്. അതിവേഗം തിരിച്ചെടുത്തുകൊണ്ട് ഉത്തരവിറക്കിയത് IRB കമാൻഡന്റ് മുഹമ്മദ് നദിമുദ്ദീനാണ്. അതിന് കാരണമായി പറയുന്നത് പരിശീലനത്തിന് ഹവിൽദാർമാർ ഇല്ലെന്നതാണ്. വിഷയത്തിൽ പോലീസ് തലപ്പത്തു നിന്നും അന്വേഷണം കഴിഞ്ഞ ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. സിനിമാ താരങ്ങളുടെ പ്രതിഫലം നിശ്ചയിക്കുന്നത് മെറിറ്റ് അടിസ്ഥാനത്തിലെന്ന നിലപാടുമായി അഭിനേതാക്കളുടെ സംഘടന അമ്മ. മാർക്കറ്റ് വാല്യൂ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം നിശ്ചയിക്കുന്നത്. സിനിമയിലെ നഷ്ടക്കണക്ക് പുറത്തുവിടുന്നതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വിശദീകരണത്തിന് പിന്നാലെയാണ് അഭിനേതാക്കളുടെ സംഘടനയുടെ ഈ പ്രതികരണം. താരങ്ങളുടെ പ്രതിഫലത്തിന് ആനുപാതികമായി തിയേറ്റർ ഗ്രോസ് കളക്ഷൻ പോലും ചിത്രങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും കോവിഡാനന്തരം OTT പ്ലാറ്റ്ഫോമുകൾ ലാഭമുണ്ടാക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വിശദീകരണ കത്ത്. സിനിമയിലെ കളക്ഷൻ കണക്കുകൾ പുറത്തുവിടുന്നതിനെതിരെ സംഘടനയിൽ ഒരു വിഭാഗവും അമ്മയും എതിർപ്പറിയിച്ചതിന് പിന്നാലെയായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയുടെ വിശദീകരണം. താരങ്ങളുടെ മാർക്കറ്റ് വാല്യൂ ആണ് പ്രതിഫലം നിശ്ചയിക്കുന്നതെന്നും വ്യക്തിപരമായ മെറിറ്റാണ് വൻ പ്രതിഫലം നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതെന്നും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ. നമ്മളിപ്പം ജനറൽ ബോഡിയിൽ നമ്മളത് ഫുള്ളി ഡിസ്കസ്ഡ് ആയിട്ട് മാത്രമേ നമുക്ക് അതിനൊരു ഇത് പറയാൻ പറ്റുള്ളൂ. തിരിച്ചും മറിച്ചും ചെയ്യുന്നവരുണ്ടല്ലോ. ചിലപ്പോൾ പ്രതിഫലം വാങ്ങിക്കാതെയും അഭിനയിക്കുന്നവരുണ്ടാവും. കുറെ പേര് ഇപ്പം അവർ വാങ്ങിക്കുന്നത് ചില സിനിമകൾക്ക് മാറ്റിയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം അത് അവരുടെ വാല്യൂ അനുസരിച്ചുള്ളത് വാങ്ങിക്കണം. കാരണം ഓരോരുത്തരുടെയും വാല്യൂ അനുസരിച്ചിട്ടല്ലേ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റണം. കാലങ്ങളായി അഭിനയ രംഗത്തുള്ളവർ പ്രതിഫലം കൂട്ടി വാങ്ങുന്നത് സ്വാഭാവികമെന്നും വിഷയം സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിലായിരിക്കും ചർച്ച ചെയ്യുകയെന്നും അമ്മ അഡ്ഗോഹ് കമ്മിറ്റി ഭാരവാഹി വിനു മോഹൻ വ്യക്തമാക്കി. പ്രതിഫലത്തിലെ വിട്ടുവീഴ്ച അമ്മ സംഘടനയുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു. 24 കൊച്ചി. മലപ്പുറം വളാഞ്ചേരിയിൽ നിപ ബാധിച്ച 42-കാരിയുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് വിപുലീകരിച്ചു. 112 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ചികിത്സയിലുള്ള രോഗിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. നിപയിൽ പൊതുവെ ആശ്വാസമാണെങ്കിലും നിപ രോഗിയുടെ കാര്യത്തിൽ ആശങ്ക തുടരുകയാണ്. 42-കാരിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ നിൽക്കുന്നു. 11 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതോടെ സമ്പർക്ക പട്ടികയിലുള്ള 42 പേരാണ് നെഗറ്റീവായിരിക്കുന്നത്. നിപ രോഗലക്ഷണങ്ങളുമായി 10 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 2 പേർ ICUവിലാണ്. ഫീവർ സർവൈലൻസിന്റെ ഭാഗമായി 2087 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള ജോയിന്റ് ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷനിൽ മൃഗങ്ങൾ ചത്തത് പ്രത്യേകമായി പരിശോധിക്കും. നിപയുടെ ഉറവിടം കണ്ടെത്തുകയാണ് ലക്ഷ്യം. രോഗിയുടെ വീട്ടിൽ പൂച്ച ചത്തതിനെ തുടർന്ന് പൂച്ചയുടെ സാമ്പിൾ ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. 24 മലപ്പുറം. തൃക്കാക്കര നഗരസഭയെ പിടിച്ചുകുലുക്കി ഓഡിറ്റ് റിപ്പോർട്ട്. വരുമാനമായി ലഭിച്ച 7.50 കോടി രൂപ നഗരസഭ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഓഡിറ്റ് പരിശോധനയിൽ കണ്ടെത്തിയത്. 2021 മുതൽ 361 ചെക്കുകളിൽ നിന്ന് ലഭിച്ച പണമാണ് അക്കൗണ്ടിലെത്താത്തത്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്.
UDF ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ ഗുരുതരമായ ഓഡിറ്റ് പരാമർശങ്ങളാണ് വന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നഗരസഭകളിലൊന്നാണ് തൃക്കാക്കര. 2021 മുതൽ 361 ചെക്കുകളിൽ നിന്ന് ലഭിച്ച 7.50 കോടി രൂപ നഗരസഭയുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല എന്നാണ് ഓഡിറ്റ് പരിശോധനയിൽ കണ്ടെത്തിയത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 137 ചെക്കുകളുടെ പണവും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. ഈ പണം ആര് വാങ്ങിയെന്നും എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിലും നഗരസഭയിലെ അക്കൗണ്ട്സ് വിഭാഗത്തിന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. പൊതുപണം വകമാറ്റി ചിലവഴിച്ചോ എന്നതാണ് സംശയം. ഇതിനു പുറമെ 2023 ഓണാഘോഷ പരിപാടികളിൽ വിവിധ കമ്മിറ്റികൾക്ക് 22.25 ലക്ഷം രൂപ പണമായി നൽകിയെന്നും ഈ പണം ആര് കൈപ്പറ്റിയെന്നതിന് തെളിവില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വെള്ളക്കടലാസിൽ വൗച്ചർ തയ്യാറാക്കി ഒരേ ആൾ തന്നെ ഒപ്പിട്ട് പണം കൈപ്പറ്റിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 10,000 രൂപയ്ക്ക് മുകളിൽ പണം കൈമാറണമെങ്കിൽ അത് അക്കൗണ്ടിലൂടെ നൽകണമെന്ന നഗരസഭാ ചട്ടങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടന്നത്. മരിച്ചവരുടെ പേരിൽ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് എന്നും ഇക്കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവ് സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അതേസമയം നഗരസഭയുടെ വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ച പണത്തിന്റെ കണക്കുകൾ കൗൺസിലിൽ അവതരിപ്പിച്ചിട്ടില്ല എന്ന ആരോപണം പ്രതിപക്ഷവും ഉയർത്തുന്നുണ്ട്. കൃത്യമായ കണക്കുകൾ അവതരിപ്പിച്ചില്ല എങ്കിൽ നഷ്ടപ്പെട്ട പണം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കാൻ നടപടി ആരംഭിക്കാനും ഓഡിറ്റ് വിഭാഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. കൊല്ലം അഞ്ചലിൽ തെരുവുനായ ആക്രമണം, കുട്ടികൾ ഉൾപ്പെടെ 7 പേർക്കാണ് കടിയേറ്റത്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സുജിത്ത്, ഈ നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു എന്നാണ് പറയുന്നത്. ഈ നിരന്തരമായി തെരുവുനായ ആക്രമണം അല്ലെങ്കിൽ അത്തരം ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണോ ഈ അഞ്ചൽ? വിജയകുമാർ, തീർച്ചയായും ഈ അഞ്ചൽ കരുകോൺ മേഖല തെരുവുനായ ശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ്. ഇവിടെ ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. മദ്രസയിലേക്ക് പോകുകയായിരുന്ന ഒരു കുട്ടിയെയും ഒപ്പം ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെയും നായ കടിച്ചു. അതിനുശേഷം കരുകോൺ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന ജോയി, ബൈജു, അതുപോലെ ഗോപി, അബ്ദുൾ വാഹിദ് എന്നിവർക്ക് കടിയേൽക്കുകയായിരുന്നു. അവിടെ കടയിലിരുന്ന ഒരാളെ ഈ നായ കടിച്ചു. അതിനുശേഷം പുറത്തേക്കിറങ്ങി മറ്റു ചില നായ്ക്കളെയും ഈ നായ കടിച്ചു. അതിനുശേഷം വീണ്ടും തിരികെ എത്തി. കടയിലേക്ക് എത്തിയപ്പോഴാണ് ആളുകളെല്ലാവരും ചേർന്നുകൊണ്ട് ഈ നായയെ അടിച്ച് തല്ലി കൊല്ലുകയായിരുന്നു. നിരവധി ആളുകൾക്കാണ് ഇതിൽ പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ ഏതാണ്ട് 5 പേരെയാണ് ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ബൈജു എന്ന് പറയുന്ന ആൾക്ക് മുഖത്തും ഉൾപ്പെടെ കടിയേൽക്കുകയായിരുന്നു. ഇയാൾ നായയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നായ ഇയാളെ തള്ളിയിട്ട് മുഖത്തും കൈക്കുമെല്ലാം കടിക്കുകയായിരുന്നു. ഈ പ്രദേശത്ത് തെരുവുനാശല്യം വലിയ രൂക്ഷമായുള്ള ഒരു പ്രദേശമാണ്. പലതവണ പഞ്ചായത്ത് അധികൃതരോട് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല ഒരു ആക്ഷേപം കൂടിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ 8 പേരോളമാണ് ഇവിടെ ഇപ്പോൾ തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത്. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിജയകുമാർ, ഭയാനകമായ ദൃശ്യങ്ങൾ കൂടിയാണ് വരുന്നത്. ഒരു മനുഷ്യൻ റോഡിൽ വീഴുന്നു, അയാളുടെ മുഖത്തൊക്കെ തെരുവുനായ കടിക്കുന്നു. സ്കൂൾ കുട്ടികൾക്കടക്കം, കുട്ടികൾക്കുൾപ്പെടെ 7 പേർക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ കുറെ കൂടി നമ്മളെ അത് ഭയപ്പെടുത്തുന്നുമുണ്ട്. സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തീരുവ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് അമേരിക്കയും ചൈനയും. ജനീവയിൽ നടന്ന ദ്വിദിന ചർച്ചയിലാണ് തീരുമാനം. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 145% നിന്ന് 30% അമേരിക്ക കുറച്ചു. US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ 125% നിന്ന് 10% ചൈനയും കുറച്ചു. തീരുമാനത്തിന് പിന്നാലെ ആഗോള ഓഹരി വിപണികളിൽ ഉണർവാണ്. ഏപ്രിൽ 2 പകരച്ചുങ്ക പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. നമ്മൾ ഈ പറയുന്ന സമയത്ത് സെൻസെക്സ് ഏതാണ്ട് 2660 പോയിന്റിന്റെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് വിപണിയിലാകെ ആവേശമാണ്. അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തും ഈ തീരുമാനവും. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.